ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അവ്വലുൽ അംബിയായി ആദം അലൈഹിസ്സലാം വ ആഖിറുഹുൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇനി നമുക്ക് നോക്കാം. അമ്മാനുബൂവത്തു ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം നബിയാകുക എന്നുള്ളത് ഫബിൽ കിതാബ്, ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. അദ്ദാലി അറിയിക്കുന്ന അല അന്നഹു ഖദ് ഉമിറ വനുഹിയ, അത് അമറ വനഹ എന്ന് വായിച്ചെടുത്തിട്ടോ, താൻ കൽപ്പിക്കപ്പെടുകയും വിലക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നറിയിക്കുന്ന ഖുർആനായത്തുണ്ട്. അതിൻ്റെ തെളിവാണ് എന്ത് കാല്ലേ, എന്ത് ലാ തഖറബ ഹാദിഹി ഷജറ, ഒരു വിലക്ക് വന്ന് ഉസ്കുൻ വദോജുക്കൽ ജന്ന അല്ലേ, ആ ആദ്യ കൽപ്പനയും നെഹ്യക്കാരുണ്ട്, മൂപ്പർക്കുണ്ട്. മാൽ കത്തഴി ദൃഢമായി ഉറപ്പുള്ളതോടുകൂടെ ബി അന്നഹു ലം യകുൻ ഫീ സമനിഹി നബിയ്യുൻ ആഖിറു, മറ്റു നബിയാടല്ലോ. കൽപ്പിക്കണമെങ്കിൽ വേറെ നബി വേണ്ടേ, അതില്ലേനു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫഹുബിൽ വഹയി. അപ്പോൾ മൂപ്പരുടെ അമ്ര നബിയോട് കിട്ടിയതാണ്, വഹയി കൊണ്ട് കിട്ടിയതാണ്. വഹയി ഉണ്ടായ എന്തായും ചെയ്ത്, നബിയായും ചെയ്ത്. ലാ ഗൈറു, മറ്റൊന്നും കൊണ്ടല്ല. വക്കഥ, ഇപ്രകാരം തന്നെ ബി സുന്നത്തി, ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വൽ ഇജ്മാഇ, ലോക മുസ്ലിമികളുടെ ഇജ്മാവും തെളിവാണ് ആദം നബി നബി എന്നുള്ളതിന്. അപ്പം ഞാൻ പറയട്ടെ, വായിങ്കാറു നുബുവത്തി, ആദം നബി നബിയല്ല എന്നൊരാൾ പറയല് അലാമാനൊക്കെ ബാലി, ചിലർക്ക് അങ്ങനെ തട്ടിവിട്ടവരുണ്ട്. അങ്ങനെ ഇങ്കാർ ചെയ്യല്ലേ കൂനു കുഫ്റാൻ, അത് കുഫ്റാണ് ഈ കാരണം. ആദം നബി നബിയല്ല എന്ന് പറഞ്ഞാൽ എന്താവും? കാഫിറാവും. ഇജ്മാഅൻ ലറൂറത്ത് അറിയപ്പെട്ട കാര്യമാണ്. അവൻ നബി നബിയ മുത്തനബി നബി എന്നുള്ളതോ, അത് ഫലിയന്നഹു ഇദ്ദഅൻ നുബുവത, നബി ലോകത്ത് ഞാൻ നബിയാണെന്ന് വാദിച്ചു. വൽഹറൽ മുഅ്ജിസത, അതിന് തയ്യീദ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയും ചെയ്ത്, മുഅ്ജിസത്തിനെ ഒഴിവാക്കുകയും ചെയ്ത്. അപ്പോൾ അമ്മാതാവൻ നുബുവത്തി, നബിയ മുത്തനബി നബിയാണെന്നുള്ള വാദിച്ചു എന്നുള്ളത് ഫഖദ് ഉലിമ ബി തവാത്തുരി, അത് മുത്തവാത്തിറായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അക്കാലം മുതൽ ഇക്കാലം വരെ 1500 കൊല്ലം തവാത്ര നൽകി കിട്ടിയാണ് ഞാൻ നബിയാണ് മുത്തനബി വാദിച്ചു എന്നുള്ള കാര്യം. അപ്പം അമ്മായി ബഹാറുൽ മുഅ്ജിസത്തി, മുത്തനബിയുടെ മുഅ്ജിസത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഫലി വജ്ഹൈനി, രണ്ട് നിലക്ക് സ്ഥാപിക്കാൻ കഴിയും. അഹദുഹുമ അന്നഹു അൽഹറ കലാമല്ലാഹ്, ഒന്ന് കലാമുല്ലാഹി ലോകത്ത് ലാഹിറാക്കി. ഫാത്തി കൊണ്ട് തുടങ്ങി കുലർബിനെ കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഒരു പരിശുദ്ധമാതായിരിക്കുന്ന ഒരു കലാമുല്ലാഹിനെ ഇവിടെ ലാഹിറാക്കി. തഹത്താബി, അതുകൊണ്ട് നബിതങ്ങൾ വെല്ലുവിളിച്ചു അൽ ബുലഗാ, ബുലഗായിനെ സാഹിത്യകാരന്മാരൻ വെല്ലുവിളിച്ചു. കമാലി ബലാഗത്തിഹിം, അതാരെ വിളിച്ചത്? ആ ബുലഗായിൻ ബലാഗത്ത് കാമിലാരോട് കൂടെ. അന്ന് വലിയ ബലാഗത്തിൻ്റെ അഖിലുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന അക്കാലത്ത് ഫഅജസു, ആ ബുലഗാ മുഴുവൻ ആജിസായി അൻ മുഅറദത്തി അക്സരി സൂറത്തി മിൻഹു, ഖുർആനിൽ നിന്നുള്ള ഏറ്റവും ചെറിയ സൂറത്തിനിക്ക് ഒരു എതിര് കൊണ്ടരില്ല തൊട്ട് ഒരു ആജിസായി. തഹാലുക്കുഹിം, അവർ കെണിഞ്ഞ് ശ്രമിക്കുന്നതോടുകൂടെ അലാദാലിക്ക മുഅറള കൊണ്ടുവരാൻ. ഹത്താ ഹാത്തറൂബി മുഹിജത്തിഹിം, എത്രത്തോളം ജീവൻ കളയാൻ തയ്യാറാകാൻ മാത്രം. എങ്ങനെയെങ്കിലും ചത്തിട്ട് എന്നറിയാം ഞങ്ങളുടെ ശൈലി, ഞങ്ങളുടെ നാടൻ ശൈലിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് ജീവൻ കളഞ്ഞാലും വേണ്ടില്ല വിചാരിച്ചാണ്ട് രാവും പകലും ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് ജീവനേക്കാൾ, സ്വന്തം തടിയേക്കാളും ജീവനേക്കാളും കൂടി മുഹമ്മദിനെതിരെ ഒരു മാറളുടെ കൊണ്ടത്തിട്ട് അടങ്ങുള്ളൂ വിചാരിച്ചുകാണ്ട് അതിന് വേണ്ടിങ്ങാണ്ട് ഊണും ഉറക്കും ഒഴിവാക്കി ശ്രമിച്ചു നോക്കി. അതാണ് ഓല് പറഞ്ഞത്, ജീവൻ കളയാൻ തയ്യാറായി പറഞ്ഞാൽ. വയറല്ലോ, ഇങ്ങനെ അവസാനം തോൽക്കാൻ കണ്ട പോലെ എന്ത് കാട്ടി? വയറല്ലോ, തിരിഞ്ഞു കളഞ്ഞു. ആറൽത്ത് ബിൽ ഹുറൂഫി, അക്ഷരങ്ങൾ കൊണ്ട് നേരിടലിനെയും വിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? ഇരൽ മുക്കാറാത്തി ബി സുയൂഹ്, വാള് കൊണ്ട് മല്ലിട്ട് നോക്കലിലേക്ക്. ഈ മുഹമ്മദിനോട് അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല കണ്ടപ്പോൾ വാളെടുത്ത് ഇറങ്ങാനാ പിന്നെ നോക്കി. പിന്നെ വലമുങ്കലൻ അഹദിമിൻഹും, അവരിൽ നിന്ന് ഒരാളത്തോട് നക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല. താവഫുരി ദവാഴി, പ്രേരണ പൂർണ്ണമാകുന്നതോടുകൂടെ മുത്തൻബിക്കെതിരെ ഒരു ഖുർആാനിനെതിരെ ഒരു ഗ്രന്ഥമോ ഒരു ആ സൂറത്തോ കൊണ്ടുവരാനുള്ള പ്രേരണകളൊക്കെ പരിപൂർണമായിട്ടും ഒരാളത്തോട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ലിത്തിയാനു വിഷയിമ്മായുധാനി, ഈ ഖുർആൻ്റെ 4 അയലത്തെത്തുന്ന ഒന്നിനെ കൊണ്ടുവരൽ പോലും നക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഫദല്ലദാലിക, അപ്പോൾ അറിയിച്ചു ഖത്അൻ അറിയിച്ചു അലാന്നഹു, നിശ്ചയമായിട്ടും ആ ഇൽഹാറുൽ മുഅ്ജിസത്ത് മിൻ ഇൻദില്ലാഹ്, അള്ളാൻ്റെ വക്കൽ നിന്നാണ്. മുത്തുനബി വെളിവാക്കിയത് എന്തെങ്കിലും ഏതല്ല, ഒരു മൂസാ നബിൻ്റെ കാലത്തെ കുറച്ച് ആൾക്കാർ സാഹിര്യങ്ങൾ കൊടുന്നുകാണ്ട് കയറിട്ട് കാണ്ടും വടിയിട്ട് കാണ്ടും എന്നെ കൊടുന്നുകാണ്ട് എന്താക്കി ഇങ്ങനെ ആക്കിയ മാതിരിയല്ല.
ഈ കൺകെട്ടുകാരും ജാലക വിദ്യക്കാരും കണ്ടല്ലോ ഓരോന്ന് കാട്ടുന്നത്, ആളുകൾ പൊട്ടിസാക്കിയാണുണ്ടല്ലോ ഈ മാജിക്കാർ കാട്ടുന്നത്. ആ ജാതി പരിപാടിയല്ല. മുത്തരബിൻ്റെ മോചിതത്ത് അള്ളാൻ്റെ മോചിതത്ത് തന്നെയാണ് എന്ന് ഖുർആൻ അറിയിച്ചു. ഉലിമ ബിഹി, അപ്പോൾ അത് മുഖേന ഉറപ്പിക്കപ്പെട്ടു സിദ്ഖുദാവൻ നബിയി, മുത്തനബിൻ്റെ വാദം സാദിക്കാണ് എന്നത് ഉറപ്പിക്കപ്പെട്ടു. ഇൽമൻ ആദിയൻ, ഒരു ആദിയാതായിരിക്കുന്ന ഇൽമ, ലാ യഖ്ദഉ ഫീഹി ശൈഉം മിനൽ ഇഹ്തിമാലാത്തിൽ അഖ്ലിയത്തി, അതിൽ ബുദ്ധിപരമായ ഒരു സാധ്യതയും കേടുവരുത്തൂല. അലാമാവോ ഷൗനു സായിലു ലൂമിൽ ആദിയെത്തി, ആദിയ അല്ല ഷെയ്ൻ്റെ ഷെയ്നി അങ്ങനെ തന്നെയല്ലേ. പിന്നെ വസാനിഹിമ, ഇനി രണ്ടാമത്തത്, അന്നഹു നുക്കില അൻഹു, മുത്തനബിയത്തോട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, മിനൽ ഉമൂരിൽ ഹാരിക്കത്തിൽ ആദത്തി, ആദത്തിനെ ഹർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാ ഒന്ന്, ബലകൽ കതുറുൽ മുസ്തറക്ക് മിന്നു, അതിൽ നിന്ന് കതിർ മുസ്തറക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തിന് അദ്ദ തവാത്തിന് എത്തിച്ചിട്ടുണ്ട്. കതിർ മുസ്തറക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തഫാസിൽ നമുക്ക് നോക്കാതെ എല്ലാം കൂടി ടോട്ടൽ അങ്ങനെ വന്നോലോ, അങ്ങനെയായാലും ഇങ്ങനെ ആയാലോ അങ്ങനെ ആയാലോ എന്നുള്ളത് ഇങ്ങനെ തോത്രമായിട്ട് പറയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് ഇവിടെ കതിർ മുസ്തറ ഉദ്ദേശിച്ചത് ലുഹൂർ അൽ മൊയ്സത്തി, മൊയ്സത്തിൻ്റെ ലുഹൂർ എന്ന് പറയുന്ന ആ കതിർ മൊയ്സത്ത്, കുറേ മൊയ്സത്തുണ്ടായിനോലോ, ആ കാര്യം എത്തിച്ചിട്ടുണ്ട്. ഹദ്ദ തവാത്തുരി, തവാത്തിന് അതിലെത്തിച്ചിട്ടുണ്ട്. വൈകാര തഫാസീലുഹ ആഹാദൻ, അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആഹാദാണ് ഈ കാര്യം. തവാത്തുർ ഉണ്ടാവില്ല ഈ കാരണം, കയ്യിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വന്നിക്കുകയാണ്, അതുപോലെ തന്നെ ചന്ദന പിളർപ്പാക്കിയേക്കാണ്, ഓരോന്നും അതെങ്ങനെ എപ്പോൾ ചെയ്തു, ആരൊക്കെ ഉണ്ടായിന്, അങ്ങനെ തഫാസീൽ നോക്കുകയാണെങ്കിൽ ആഹാരം നിലയ്ക്ക് കിട്ടുള്ളൂ, തവാത്തുർ നിലയ്ക്ക് കിട്ടൂല. പക്ഷേ അയാൾ കുറേ അമാനുസ് കാട്ടീനിയോലോ എന്നുള്ള കാര്യം എന്താണ് മുത്തവാത്തരായിട്ട് കിട്ടുന്നുണ്ട്. ഏതുപോലെയൊക്കെ ഷജാഅത്ത് അലി റളിയല്ലാഹു, അലി റളിയല്ലാഹു വലിയ ധീരനേനിയോലോ എന്നുള്ളത് മാത്രം നിലക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂദു ഹാത്തിമിൻ, ഹാത്തമുത്തായി എന്ന് അറിയുന്നൊരു മനുഷ്യൻ വരെ ധർമ്മിഷ്ഠനേനിയോലോ എന്നുള്ളത് ചെയ്തിട്ടുണ്ട്, തവാത്തിൽ കിട്ടിയിട്ടുണ്ട്. ഫൈന കുല്ലമിന്നു മാ സബത്തബി തവാത്തിരി, അതൊക്കെ സവാത്തിനൊക്കെ സ്ഥാപിതമായിട്ടുണ്ട്. വൈകാന തഫാസീലുഹ ആഹാദൻ, ഒരു തഫാസീലുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലി റളിയല്ലാഹു എന്തേ കാട്ടീനത്, ധീരത ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞാണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഹാത്തം ആർക്കൊക്കെ കൊടുത്ത്, എന്തൊക്കെ മൂപ്പര് കൊടുത്തിരുന്നത്, മൂപ്പർ എന്നെ ജീവിച്ചിന്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആഹാദ് നിലയ്ക്ക് കിട്ടുള്ളൂ. അതിന് വേണോ കിതാബ് എടുത്ത് നോക്കേണ്ടി വരും. അതാ വഹിയമത് കുറത്തും ഫീ കിതാബി സിയരി, അതൊക്കെ അവിടെ നോക്കണം, കിതാബ് സിയറിൽ നോക്കേണ്ടി വരും. പക്ഷെ മൂപ്പര് ധീരനായിരുന്നു, അതുപോലെ തന്നെ മറ്റേ ധർമ്മിഷ്ഠനും എന്നുള്ളത് തവാത്തനൊക്കെ കിട്ടിയിട്ടുണ്ട്. വഖദിസ്തല്ലു വഖദ് യസ്തദില്ലു അർബാബുൽ ബസായിരി, ഇനിയിപ്പോൾ ബസീറത്തിൻ്റെ അഹിലുകാർ, ആത്മീയമായി ഉയർന്നു ബസീറത്തിൻ്റെ അഹിലുകാരുണ്ടല്ലോ, അവർ ദലീൽ പിടിക്കാറുണ്ട് അല നബുവത്തിഹി, മുത്തനബി നബിയാണെന്നതിൻ്റെ മേലിബി വജുഹൈനി, രണ്ട് വജുഹിലൂടെ. ഇതിപ്പോൾ ആർക്കും കിട്ടും, ആദ്യം പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്നതാ, ഇത് ആത്മീയതയുള്ളവർക്കും ഇല്ലാത്തവർക്കും കിട്ടും. ഇത് രണ്ട് വജു, ഒന്ന് തവാത്രമിൻ അഹ്വാലിഹി കബല നുബുവത്തി വ ഹാലി ദഅവത്തി, നബിയാകുന്നതിൻ്റെ മുമ്പുള്ള ഹാലുകളും ദഅവത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുന്ന ഹാലുകളെ തൊട്ട് തവാത്തറായിട്ട് വന്നത്. കഴിഞ്ഞു പോയ തൗറാത്തിലും ഇഞ്ചീലിലും വരാൻ പോകുന്ന നബി ഇങ്ങനെ ഒരു പ്രവാചകൻ വരുന്നുണ്ട്, മറ്റതുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ നിൽക്കുന്ന ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് വിളിയാളങ്ങൾ വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേരെണ്ണം ആമിന ബീവി ഗർഭം ധരിച്ചിട്ടുണ്ടോ, ഇങ്ങനെ അബൂ താലിബിനും അബുൽ അഹബിനും മറ്റോൽക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഒരു വിഷയങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നാട്ടുകൂടെ പറയുന്നുമുണ്ട്. നമ്മളെ ഇതിനാണോലോ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ടോലോ, അങ്ങനെയാണോലോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ നാട്ടുകൂടെ ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ സ്വപ്നത്തിലൂടെയും ഒക്കെ. ഇപ്പോൾ വാഴ തമാമിഹ, ദഅവത്ത് താമായതിൻ്റെ ശേഷവും പിന്നെ പിന്നെ എവിടേക്കാണ് അഖിലാഖിഹിൽ അലീം, നബിയുടെ വണ്ണമായ സ്വഭാവവും, ഒത്തിരി വണ്ണമാതായിരിക്കുന്ന സ്വഭാവം, അതും ഭയങ്കര സംഭവം തന്നെയാണ്. ലോകത്തൊരാൾക്കും കിട്ടാത്ത സ്വഭാവം, അത്ര നല്ല സ്വഭാവം. പിന്നെ അഹ്കാമിഹിൽ ഹക്കീമ, നല്ല ദൃഢമാതായിരിക്കുന്ന നല്ല വിധികളും. എന്താ വിധികൾ, ലോകം എങ്ങനെ, രാജ്യം എങ്ങനെ ഭരിക്കണം, കുടുംബം എങ്ങനെ കൊണ്ടു നടക്കണം, ആരാധനാകർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം, എല്ലാത്തിനും നിയമത്തിൻ്റെ വ്യവസ്ഥ, നല്ല ഒരു ഭരണഘടന. ഏത് വിഷയത്തിൽ വെറും രാജ്യം ഭരിക്കണത് മാത്രമല്ലേ, അത് എന്നേക്കും എക്കാലത്തേക്കും അന്നും ഇന്നും എന്നും പറ്റുന്ന എല്ലാ ഇതിലും സാമൂഹ്യ ജീവിതം എങ്ങനെയാണ്, വ്യക്തി ജീവിതം എങ്ങനെയാണ്, ശരീരശുദ്ധി എങ്ങനെയാണ്, ശരീരത്തിൻ്റെ വൃത്തി എങ്ങനെയാണ്, മനസ്സിൻ്റെ വൃത്തി എന്താണ്, എല്ലാം ഹൃദയത്തിൽ എന്ത് ഉദിക്കണം എന്ത് ഉദിക്കരുത്, എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത്, എല്ലാത്തിലും ഹക്കീമത്തായ അഹ്കാമുകൾ.
പിന്നെ വാ പിന്നെ വ ഇഖ്ദാമിഹി നബിങ്ങൾ മുന്നോട്ടെടുത്ത് ചാടലിനാലും ഹൈദു തുഹജിമുൽ അബ്താലു ധീരന്മാർ വരെ പിന്നോട്ടടിച്ചടത്ത് മുത്തനബി മുന്നോട്ടെടുത്ത് ചാടിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും ധീരന്മാർക്ക് വരെ ചെല്ലാൻ പേടിയിലോടത്തേക്ക് മുത്തനബി മുന്നിട്ടിട്ടുണ്ട്. വസൂഖിഹി ബിഅസ്മത്തില്ല മുത്തനബിക്ക് ഉറപ്പും അള്ളാന്റെ കാവലുണ്ടാവുമെന്നുള്ള. ആരാണ് അതിനെ രക്ഷിക്കുക ചോദിച്ചു? അള്ളാഹു ആണ് അല്ലേ? അള്ളാഹു ആസിമുക്ക മിനന്നാസ് ആയത്താണ്ട് ഇറങ്ങിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്കൂറ്റത്തോടെ ഇറങ്ങിയാൽ നടന്നു. ആരും പേടിച്ചില്ല, ഈ ശത്രുക്കളൊക്കെ അവിടെ ഉണ്ടായിട്ടും. കാരണം മുത്തനബി സല്ലല്ലാഹു ധൈര്യമാണ്. എന്ത് സൂക്ക്, അള്ളാഹു ആസിമുക്ക മിനന്നാസ് അള്ള പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്? വീട് ഫുള്ള് ചുറ്റാട് വളഞ്ഞ് ശത്രുക്കൾ വളഞ്ഞപ്പോഴും വജാമീൻ ബൈനി ഐദീൻ ശബ്ദവും ഹൽഫീൻ ശബ്ദ വാസിനാവും ഫൗം ലാ യുബ്സിറൂ എന്ന് പറഞ്ഞുകാണ്ട് ഒരു മണൽ വാരിയാണ്ട് ഇറങ്ങിയാണ് പോയാലടി കൂടെ തന്നെ. അല്ലാഹു യഅസിമുക മിനന്നാസ് അതല്ല പറഞ്ഞത്, ഫി ജമീഇൽ അഹ്വാൽ എല്ലാ ഹാലിലും അള്ളാഹിൻ്റെ ഇസ്മത്ത് കൊണ്ട് മുത്തനബിക്ക് റുസൂഖ് ഉണ്ടായിരുന്നു. വസബാത്തിഹി അല ഹാലിഹി ലദൽ അഹ്വാൽ ഏത് ഭീകരഘട്ടത്തിലും തങ്ങളുടെ ഹാലിൻ്റെ മേൽ തങ്ങൾ സ്ഥാപിതാവുക. ബിഹൈസിലം തജിദ് ആയുധാഹു എത്രത്തോളം അവിടെ ശത്രുക്കൾ എത്തിച്ചില്ല, എത്രത്തോളം ബിഹൈസുലം തജിദ് ആയതാഹു അവിടുത്തെ ശത്രുക്കൾക്ക് എത്തിച്ചില്ല. മാ ഷിദ്ദത്തി അദാവത്തിഹിം വഹിർസിഹിം അല തഅനി ഫീഹി നബിതങ്ങളെ ആക്ഷേപിക്കുന്ന മേലിൽ അലച്ചയും ശത്രുതയും ശക്തമായിട്ടും എത്തിച്ചില്ല. മത്അനൻ ഒരു കുറ്റം പറയാൻ ഇടം പോലും തപ്പിയിട്ട് കണ്ടില്ല. വലാ ഇലൽ ഖദ്ഹി ഫീഹി സബീല നബിതങ്ങളുടെ കുറ്റം പറയലിലേക്ക് ഒരു വഴിയും അവരെത്തിച്ചില്ല. ഫൈനല്ലാക്കല്ല നിശ്ചയമായിട്ട് ബുദ്ധി എജ്സിമു ഉറപ്പിക്കുന്നുണ്ട്. ബിംതിനായി ഇജ്തിമായി ആദിൽ ഉമൂരി ഈ പറഞ്ഞക്കാരൊക്കെ പാട് സമ്മേളിക്കൽ മുഹാലാണ് ഫി ഗൈരിൽ അംബിയാ അംബിയായിലല്ലാതെ എന്ത് ചെയ്യൂല, നബി എന്ന പദവി എത്തിയ ആളുകളിലല്ലാതെ എന്ത് ചെയ്യൂല, അയ്യാതി എല്ലാം കൂടി സമ്മേളിക്കാറിഞ്ഞുണ്ടാവൂല. വായജുമാഹു ആദിഹിൽ കമാലാത്തി ഒരു ദൈവം ഈ കമാലുകളൊക്കെ സമ്മേളിപ്പിക്കലും അസംഭവ്യമാണ്. ഫി ഹക്കിമൻ ഒരുത്തൻ്റെ ഹക്കില്. പിന്നെ യഅലമു അന്നഹു യഅലമു അവൻ അറിയും, പിന്നെ അന്നഹു ഇഫ്തറ അലൈഹി തൻ്റെ മേൽ കളവ് നിർമ്മിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഉറപ്പിക്കും. അങ്ങനത്തെ തന്നെ ഹക്കിൽ സുമ്മ യുംഹിലുഹു എന്നിട്ട് ആ ആൾക്ക് അള്ളാഹു ലോകത്ത് താമസം കൊടുക്കുന്നു. സലാസം വശരീന സന 23 കൊല്ലം. സുമ്മ യുദ്ഹിറു ദീനഹു എന്നിട്ട് ആ 23 കൊല്ലം കൊണ്ട് ആ ദീനിനെ അങ്ങോട്ട് ലാഹിറാക്കി. ജസ്റ്റ് 23 കൊല്ലം കൊണ്ട് അല്ല സായില്ലതിയാൻ വർഷങ്ങൾ പഴക്കമുള്ള ധാരാളം മതങ്ങൾ ഉണ്ടായിട്ട് ആ മതങ്ങളുടെ ഒക്കെ മേലെ അതിന് ലാഹിറാക്കി. വയൻസുറുഹു അല ആയതാഹി അവനെ ആയതാഹിൻ്റെ മേൽ സഹായിക്കുക. വജിഉ ആസാറുഹു മാത്രവുമല്ല വയുഹിയ ആസാറുഹു ആ നബിയുടെ അസറുകൾ ഇങ്ങനെ ഹയാത്താക്കപ്പെടുകയും ചെയ്യുന്നു. ബഅദ മൗതിഹി അവിടുത്തെ വഫാത്തിന് ശേഷവും ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെയും നബിതങ്ങളുടെ ആ അസറുകൾ ഇങ്ങനെ ഹയാത്താക്കപ്പെടുകയാണ്. നബിതങ്ങൾ കാണിച്ചെന്ന കഅബാലയം അവിടെ വീണ്ടും ജനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നബിതങ്ങളുടെ അസറുകൾ ഇങ്ങനെ അന്ത്യനാൾ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് എന്ത് ചെയ്യണം, എല്ലായിടത്തും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുഹമ്മദ് എന്ന നാമല്ലേ ലോകത്ത് മുഴുവൻ എപ്പോഴും പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാനിഹി മഞ്ഞ ഓല രണ്ടാമത്തത് അന്നഹു ഇദ്ദാലിക്കൽ അംറൽ അലീമ വൈന അൽഹൂരി കൗമിൻ ഒരു കൗമിൻ്റെ ഇടയിലാണ് ഈ വണ്ണമായ കാര്യനിബന്ധങ്ങൾ വാദിക്കുന്നത്. ലാ കിതാബ് ലഹും വലാ ഹിക്മത്ത് മഅഹും ഓരോട് കൂടെ ഹിക്മത്തുമില്ല, ഓരോ കൂടെ ഗ്രന്ഥവും ഇല്ലാത്ത കൗമിൻ്റെ ഇടയിൽ ഈ അലീമായ കാര്യനിബന്ധങ്ങൾ വാദിച്ചു. അപ്പോൾ ബയ്യന ലഹുമുൽ കിതാബ് വൽ ഹിക്മ കിതാബ് ഹിക്മത്തും ഈ കൗമിൻ്റെ ഇടയിൽ കുറച്ച് കാലം സ്കൂളിലൊക്കെ പോയിങ്ങാണ്ടോ ഒരു അറബി കോളേജിൽ പോയിങ്ങാണ്ടോ ഒരു മദ്രസയിൽ പോയിങ്ങാണ്ടോ ഏതെങ്കിലും ഒരു പഠിച്ച കിതാബ് ഹിക്മത്ത് പഠിച്ച ഒരാളത്ത് പോയി ഓതി പഠിച്ചുകാണ്ടോ ആണ് ഇയാളെന്ത് ചെയ്തതെങ്കിൽ ഈ ജനങ്ങളുടെ ഈ പ്രഖ്യാപനമായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്തു മാറ്റി ഓൻ കുറച്ച് ഒരു യൂണിവേഴ്സിറ്റി പോയിനി വന്നുകാണ്ട് ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു പുതിയ പരിപാടി ഇട്ടിരിക്കുകയാണ്. ഈ പുതിയ പരിപാടി തുടങ്ങണമെങ്കിൽ ഇയാൾക്ക് എന്തേ മാണ്ടേ, ആദ്യം കയ്യിലൊന്നും മാണ്ടേ. അപ്പോൾ കിതാബും ഹിക്മത്തും ഇല്ലാത്തൊരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ഈ എത്ര കാലം ജീവിച്ചത്, ഈ 40 കൊല്ലം ജീവിച്ചത്. അങ്ങനത്തെ ഒരാളാണ് കിതാബ് ഹിക്മത്തായിട്ട് വരുന്നത്.
വല്ലമഹും, എന്നിട്ട് ആ കൗമിനെ ഇയാളങ്ങ് പഠിപ്പിച്ചു. അല്ല അഹ്കാമ ഷറാഇ, ആ കുറേ വിധികളും നിയമങ്ങളുമാണ് പഠിപ്പിച്ചു. വതമ്മ മക്കാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവം താമാക്കുകയും ചെയ്തു. ദേഷ്യം പിടിക്കേണ്ടത് എവിടെ, പിടിക്കേണ്ടത് എവിടെയാണ്. അസൂയ പറ്റില്ല, മറ്റേ എന്തൊക്കെ കൽബിൽ വരാൻ പാടില്ല വരാൻ പറ്റും, ഫുള്ള് അങ്ങോട്ട് റെഡിയാക്കി. ഏയ് മോസാലി ഹിയാണ് ഓതണം, അപ്പം തീരും. ഏതാണ് മക്കാരിമുൽ അഖ്ലാഖ്. അക്മല കഥീറം മിനന്നാസ്, കഥീറും മിനാസിനെ നബി കാമിലാക്കി മാറ്റി. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഉടൻ വാളെടുത്ത് കത്തിയെടുത്ത് കുത്തുന്ന കൗമാണെന്ന് പറഞ്ഞ, എന്തേലും പറഞ്ഞാൽ പറ്റാത്ത കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോക്കിന് അടിയും പിടിയും പിന്നെ ഉണ്ടാക്കുന്ന കൗമാണെന്ന്. ആ കൗമനെ മുത്തനബി എന്താക്കി മാറ്റി, അക്മലാക്കി മാറ്റി. ഫിൽ ഫലായിലിൽ ഇൽമിയത്തി, വൈജ്ഞാനിക ഫലീലത്തുകളിൽ കാമിലീങ്ങളാക്കി മാറ്റി. വനവ്വറൽ ഇൽമ ബിൽ ഈമാൻ, ആ കിട്ടിയ ഇൽമിനിക്ക് ഈമാന് കൊണ്ട് മേൽപ്പടി കൊണ്ട് നൂറും കൊടുത്തു. ഈമാന് കൊണ്ട് കിട്ടിയ ഇൽമിനിക്ക് നൂറാണ് നൽകി. വൽ അമലി സ്വാലിഹി, സ്വാലിഹ അമൽ കൊണ്ട്. അപ്പോൾ കൽബിലേക്ക് ഇൽമും കൊടുത്തു, ആ ഇൽമിനെ പിന്നെ ഈമാനും അമൽ സ്വാലിഹ് കൊണ്ട് നൂറും കൊടുത്തു. അൽഹറല്ലാഹു ദീനഹു അല ദീനി കുല്ലിഹി, ലോകത്തുള്ള എല്ലാ മതത്തിൻ്റെ മേൽക്കും മുത്തനബിൻ്റെ ദീനെ ലാഹിറാക്കി കൊടുത്തു. ഇങ്ങനത്തെ ഒരു സത്യസരണി കാണിച്ചു തരാൻ ആർക്കും കയ്യോടാൻ കയ്യൂലായിരിക്കും. കമാ വായതഹു, അള്ള വായതോ ഇതിനെല്ലാം അങ്ങനെ. നബി ഞങ്ങൾ ബേജാറാകണ്ട, ഞമ്മന്തോ അള്ളാഹു യുത്തിമ്മു നൂരിഹി വലോ കരിഹൽ കാഫിറുൻ, അത് നൂറിനത് താമമാക്കുമ്പോൾ ബേജാറാകണ്ടായിരുന്നു. പിന്നെ അലിയോ അക്കുമലത്തിലക്കും ദീനക്കും വത്തമം തലയ്ക്കും നിയമത്തി റദീത്തുലക്കും ഇസ്ലാം ദീന. പിന്നെ വലാ മാലാനി നുബുവത്തി റിസാലത്തി, നബിയാക റസൂലാക എന്ന് പറഞ്ഞതിന് ഒരു മാനിയില്ല. സിവാദാലിക്ക് അതൊക്കെ തന്നെ അല്ലാതെ ഇതൊക്കെ ഈ പറഞ്ഞ തന്നെയാണ് നബി റസൂലാക എന്നുള്ളതിന്. പിന്നെ ഇതാ സബത്തത്ത് നബുവത്തുഹു, നബിയാണ് സാബിത്തായി കഴിഞ്ഞാൽ വദല്ല കലാമുഹു വ കലാമുല്ലാഹി അൽ മുനസ്സലു അലൈഹി, മുത്തബിൻ്റെ കലാമും തഗ്നുവിൽ ഇറക്കപ്പെട്ട അള്ളാന്റെ കലാമും അറിയിക്കുകയും ചെയ്താൽ എന്ത്, അന്നഹു ഹാത്തിമുൻ നബിയീൻ, നബിമാരിൽ അവസാനത്തിന് അറിയിച്ചു കഴിഞ്ഞാൽ അന്നഹുൽ മുബൂസില കാഫത്തിന്നാസ്, അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ അറിയിച്ചു. പിന്നെ ഇതാ അസമയത്ത് സബത്തത്തിന് പൂവത്തുഹു, നബിതങ്ങളുടെ സാബിത്തായി ഇതാക്കിയാൽ മതി. മാത്രമല്ല കദല്ല കലാമുഹു, അറിയിക്കുകയും ചെയ്തു. പിന്നെ വാന്നഹുൽ മബൂസില കാഫത്തിന്നാസ്, മുത്തനബി കാഫത്തിന്നാസിലേക്ക് മബൂസാണ് എന്നും അറിയിച്ചു. ബൽ കാഫത്തിന്നാസ് എന്ന് പറഞ്ഞാൽ പോരാ, ഇല്ല ജിന്നി വൽ ഇൻസ്, ജിന്നി സാബിത്താണ്. അപ്പം ഇതിൻ്റെ ജവാബ് വരുന്നുണ്ട്. അറിയിച്ചപ്പോൾ സബത്താന്നഹു ആഖിറുൽ അംബിയാ, അപ്പോൾ ആഖിറുൽ അംബിയ എന്ന് അറിയിച്ചു. അപ്പോൾ ജവാബ് വരുന്നുണ്ട് കേട്ടോ, ഇതെൻ്റെ ജവാബ് വരുന്നുണ്ട്. ഞാൻ ഇത് ജവാബ് എല്ലാം വിചാരിച്ചു ആദ്യം. പിന്നെ വൻ നുബുവത്തഹു ലാ തഖ്തസു ബിൽ അറബി, ആ നബിൻ്റെ നുബുവത്ത് അറബികൾക്ക് പ്രത്യേകമല്ല. കമാസാം വാലു നസാറ, വാലു നസാറ പറഞ്ഞു, ഓം ഞങ്ങൾക്ക് പോലെ മൊയ്യത്ത് കണ്ടപ്പോൾ നബിയാന്നൊക്കെ മനസ്സിലായി, പക്ഷേ അറബികൾക്ക് മാത്രം നബിയാണ്, ഞങ്ങളിപ്പോഴും ഞങ്ങളെ പഴയ ക്രിസ്ത്യാനി മതത്തിൽ തന്നെയാണ് കാരണം കുറച്ച് നസാറാക്കൾ, കുറച്ച് ആൾക്കാർ കേട്ടോ, അതിനും തരുമില്ല. ലോകം മുഴുക്കയുമുള്ള സർവർക്കും നബിയാണ്. പിന്നെ ഫൈൻകീലാമ് ചോദിക്കപ്പെട്ടാൽ ഖദർ ഉബിയബിൽ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, എന്ത് നുസൂൽ ഈസാ അലൈഹി സ്വലാം ബാദഹു, നബിക്ക് ശേഷം ഈസാ നബി വരുന്ന അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ. ആഖിറുൽ അംബിയ എന്ന് പറയാം, പിന്നെ ഈസാ നബി വരുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം, നമ്മൾ പറയും അതെ അതുണ്ട്. ലാക്കിന്നഹു യുതാബിയോ മുഹമ്മദൻ അലൈഹി സ്വലാത്തു വസ്സലാം, മൂപ്പര മുത്തനബിൻ്റെ പിന്നിൽ കൂടെ ചെയ്യുള്ളൂ. ഇല്ല ശരീഅത്തുഹു അതിന് സിഹത്ത്, കാരണം മൂപ്പരുടെ ശരീഅത്തൊക്കെ നിസ്ഖ ചെയ്യപ്പെട്ടു പോയി. പിന്നെ ഫലായക്കൂനി ഇലൈഹി വഹിയും വലാൻ നസ്ബു അഹക്കാമിൻ, മൂപ്പർക്ക് ഇല്ലിഞ്ഞ് വഹിയും ഇറങ്ങൂല, ഒരു ഈ അഹക്കാമിന് നസ്ബീൻ പരിപാടി മൂപ്പർക്കില്ല. അവിടെ ഇറങ്ങിയ ഖുർആൻ കൊണ്ട് വിധിക്കുക എന്നല്ലാതെ ഇനി മൂപ്പർക്ക് പുതിയ വാങ്ങി കൊള്ളുന്നത് വരൂല. പിന്നെ ബല്യക്കൂന് ഖലീഫത്തെ റസൂലില്ല, എങ്കിലും മൂപ്പർ എന്തേ ആവുള്ളൂ, മുത്തനബിൻ്റെ ഒരു ഖലീഫ മാത്രമേ ആവുള്ളൂ. സുമ്മൽ അസഹു അന്നഹു യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് മൂപ്പർക്ക് കൊണ്ട് നിസ്കരിക്കും. വയൗമുഹും, അവർക്ക് ഇമാമു നിൽക്കും. വയഖ്തദീ ബിഹിൽ മഹ്ദിയോ, ഇമാം മഹ്ദി മൂപ്പരോട് തുടരുക ചെയ്യാൻ. ഇങ്ങോട്ട് നിൽക്കി മുമ്പേക്ക് നിന്ന് നിസ്കരിച്ച് പറഞ്ഞാണ്ട് മൂപ്പരെ മുമ്പേക്ക് ആക്കും. ഇങ്ങോട്ട് ആര് ഇമാം വെക്കും, ഈസാ നബി അലൈഹി സ്വലാം ഇമാം വെക്കും, ഇമാം മഹ്ദി വേക്കിൽ തുടരുക ചെയ്യുക എന്നുള്ളതാണ് അസഹ്. ലിഅന്നഹു അഫ്ളലു, കാരണം മൂപ്പരാണ് അഫ്ളൽ, ഫൈമാമത്തുഹു ഔല, ആയതുകൊണ്ട് ഇമാം മഹ്ദി സംഗതി മുത്തനബിൻ്റെ പേരക്കുട്ടിയൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഫൈമാമത്തുഹു ഔല, ഈ മസാമിൻ്റെ ഇമാമത്താണ് ഔല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് റുവിയ, നിശ്ചയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബയാനു ഇദ്ദത്തിഹിം,
അവരുടെ എണ്ണങ്ങളുടെ ബയാനിന് അഥവാ അമ്പിയ ഇത്ര എണ്ണമുണ്ട് എന്നുള്ള വിവരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫി ബാദിൽ ഹദീദി ചില ഹദീസുകളിൽ. എന്നാൽ ബൽ ഔല എന്ന് വാക്കിൽ വരുന്നുണ്ട്. ഞാൻ ബാദിൽ ഹദീസ് കേട്ടു. കാലാമാ റുവിയ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുയില തങ്ങൾ ചോദിക്കപ്പെട്ടു അതിൽ അമ്പിയാക്കളുടെ എണ്ണത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ കാല തങ്ങൾ പറഞ്ഞു മിയത്തു അൽഫിൻ വഅർബഉം വഇശ്റൂന അൽഫാ 1,24,000 ആണെന്ന്. വഫി റിവായത്തി മറ്റു റിപ്പോർട്ടിൽ കാണാം മിയത്ത അൽഫിൻ വഅർബഉം വഇശ്റൂന അൽഫാ 2,24,000 ആണ് എന്ന്. വല്ലൗല ഏറ്റവും നല്ലത് അല്ലാ യഖ്തസിറ അലാ അദദിൻ ഫി തസ്മിയത്തി പറയുമ്പോൾ പ്രത്യേകം എണ്ണത്തിൻ്റെ മേലെ ചുരുക്കാതിരിക്കലാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഫഖദ് ഖാല അല്ലാഹു തആല ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ നഖ്സസു അലൈക തങ്ങളുടെ മേൽ ചരിത്രം പറഞ്ഞു തന്നവരും പറഞ്ഞു തരാത്തവരും അമ്പിയാക്കിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലാ യുഅ്മനു നിർഭയമാക്കപ്പെടൂലല്ലോ ഫി ദിക്രിൽ അദദി പ്രത്യേക എണ്ണം പറയുമ്പോൾ നിർഭയമാക്കപ്പെടൂല. എന്ത് യദ്ഖുല ഫീഹിം നബിമാരിൽ പെട്ടുപോകൽ മൻ ലൈസ ഫീഹിം നബി അല്ലാത്തൊരാൾ നബിയിൽ പെട്ടുപോയേക്കാം. ഈ ദുഃഖിറ അദദുൻ അക്തറു മിൻ അദദിഹിം അവരുടെ യഥാർത്ഥ എണ്ണം അള്ളാൻ്റെ എത്രയാണെങ്കിൽ അതിനേക്കാൾ അക്സറായ എണ്ണം അങ്ങനെ പറയപ്പെട്ടു പോയാൽ ഔ യഖ്റുജ മിൻഹും അല്ലെങ്കിൽ അവരിൽ നിന്ന് പുറത്തു പോകാൻ നിർഭയമാക്കപ്പെടൂല മൻ ഹുവ ഫീഹിം അമ്പിയാക്കിൽ പെട്ട ഒരാൾ അഥവാ 3 ലക്ഷം ആൾക്കാരുള്ള പടച്ചിനി നബിയാക്കിയാണ് എങ്കിൽ അതിൽ പെട്ട ഒരാളെന്താവും പുറത്ത് പോകും. ഈ ദുഃഖിർ ആദതുൻ അകല്ലു മിൻ അദദിഹിം അവരുടെ എണ്ണത്തിനേക്കാൾ അകല്ല ആദങ്ങാനും പറയപ്പെട്ടു പോയാൽ യഅനി മുസന്നിഫി പറഞ്ഞതിൻ്റെ ചുരുക്കം അന്ന ഖബറുൽ വാഹിദി ഖബർ വാഹിദ് തവാത്തർ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ ഉള്ളത്? മഷൂറും അല്ല മുസ്തഫീദും അല്ല, പിന്നെ ഖബർ വാഹിദ പരമ്പരയിൽ ഒരാളുള്ളൂ. അങ്ങനത്തെ ഖബർ വാഹിദായ ഹദീസ് അല തഖ്ദീർ ഇസ്തിമാലിഹി അല ജമീ ശറായിത്തിൽ മദ്കൂറത്ത് ഫി ഉസൂലുൽ ഫിഖ്ഹി ഉസൂലുൽ ഫിഖ്ഹിൽ തെളിപിടിക്കാൻ പറയപ്പെട്ട ഷർത്തിൻ്റെ മേലൊക്കെ ചുറ്റിയാൽ തന്നെ തഖ്ദീർ ചെയ്താൽ തന്നെ ലാ യുഫീദു ഇന്നല്ലന്ന ലന്നിനല്ലാതെ വായിപ്പിക്കൂല. ഫിഖ് ലന്നിയാത്തായതുകൊണ്ട് ഫിഖിന് അത്ര മതി. ഫിഖിയ മസലക്ക് ലന്നിയാണ് ഖത്ഇയല്ല. ആയതുകൊണ്ട് ലന്ന് ഏതുകൊണ്ട് കിട്ടുള്ളൂ? അപൂർവമായതുകൊണ്ട് കിട്ടുള്ളൂ. വല ഇബ്രത്തബില്ലി ഫി ബാബിൽ ഈത്തിഖാദാത്തി ഈത്തിഖാദുമായി ബന്ധപ്പെട്ട വിഷയത്തിലേതില്ല ലന്നിന് പരിഗണനയില്ല. ഖുസൂസൻ വിശിഷ്യ ഇഖ്തിലാഫ് റിവായത്തിൻ ഹദീസ് റിപ്പോർട്ട് ഇഖ്തിലാഫിന് മുസ്തമിലാവുമ്പോൾ പ്രത്യേകിച്ചും 2,04,000 ആണെന്ന് റിപ്പോർട്ട്, അല്ല 1,04,000 വേറെ റിപ്പോർട്ട്. അപ്പം തന്നെ എന്തുണ്ടായി? നമുക്കിപ്പോൾ വിശ്വാസാർത്ഥൻ്റെ കുടുങ്ങി. വക്കാനിൽ കൗലുബി മൂജബിഹി ആ ഹബറുവായതിൻ്റെ മൂജബ് കൊണ്ടുള്ള കൗല് ആയി മിമ്മ ഒന്നിൽപ്പെട്ടതായി യുഫ്ലീല മുഖാലഫത്ത് ലാഹിർ കിതാബി ഖുർആാനിൻ്റെ ലാഹിറിന് എതിരിലേക്ക് കൂട്ടുന്നതുമായി. എന്താ ഖുർആൻ്റെ ലാഹിർ വഹുവ ആ ലാഹിറുൽ ഖുർആൻ എന്താണെന്നറിയോ? അന്ന ബാദൽ അംബിയാ ഇലം യുദ്കർ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നബിമാരെ പറ്റി മുത്തനബിക്ക് പറയപ്പെട്ടിട്ടല്ല. അത് പറഞ്ഞില്ലേ? അപ്പം മിന്നുമല്ലൈക്ക് പറഞ്ഞില്ലേ? പിന്നെ അപ്പം അതിനെതിരാണിത്. യഹ്തമിലൂ സാധ്യതണ്ട് മുഖാലഫ അത് സാധ്യമാകും. എന്തിന്? മുഖാലഫത്തൽ വാക്കിനും എതിരാകാം. ഖുർആൻ്റെ ലാഹിറിന് മാത്രമല്ല വാക്കിനും എതിരാകാം. ബഹുവാദം അദ്ദുൻ നബി ഏതെങ്കിലും ഒരു നബിനെ എണ്ണലാണ് മിൻ വൈരിൽ അംബിയ ഈ അംബിയാക്ക് അല്ലാ യഥാർത്ഥ നബിനെ എണ്ണലാണ് മിൻ വൈരിൽ അംബിയ ഈ അംബിയാക്കൾ അല്ലാത്തവരുടെ കൂട്ടത്തിൽ. വൈരിൻ നബി ഒരു നബി അല്ലാത്ത ഒരാളെ പിടിച്ച് എണ്ണൽ വരും. ഇവിടെ മിനൽ അംബിയ അംബിയയിൽ പെട്ടതായിട്ടും എണ്ണൽ വരും. അതൊക്കെ വാക്കിനെതിരാണ്. ബിന എന്നല അന്ന ഇസ്മല്ലാതെ അത് ഇനി എടുത്തിട്ടാ പറയണതെന്ന് അറിയോ? ഈ അതതിൻ്റെ ഇസ്മ 101, 1000, 1001, 1002 അറിയില്ലേ? ഇങ്ങനത്തെ അതതിൻ്റെ ഇസ്മുകളൊക്കെ ഖാസുൻ ഫി മദ്ലൂലിഹി മദ്ലൂലിൽ ഖാസാണ്. 101 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനത്തെ 101 എന്ന് പറയുള്ളൂ. ആ 101 ഒരൊറ്റ അതിൽ ഖാസാണത്. 102 കാര്യം എന്ത് പറയാൻ പറ്റില്ല? 101 എന്ന് പറയാൻ പറ്റൂല. പിന്നെ ലാ യഹ്തമിലു സിയാദത വൽ നുഖ്സാന ഏറാനും കുറയാനും സാധ്യമാകാത്തതാണ് അതത് എന്ന സാധനം. ആയതുകൊണ്ട് അഥവാ ഒറ്റ 1,24,000 എന്ന് പറഞ്ഞത് 1,24,001 ഉണ്ടായാൽ അപ്പോൾ എന്ത് വന്ന് നബീനെ നമ്മൾ പുറത്താക്കലായി. മനസ്സിലായില്ലേ? അല്ല 1,24,001 കമ്മിയാണെങ്കിലോ നബി എല്ലാത്തിനും പിടിച്ച ആൾ പിടിച്ച് നബിയാക്കലും ആകും. പിന്നെ വിഷയം മാറി. വക്കുല്ലുഹും എല്ലാ നബിമാരും കാനു അവരൊക്കെ ആയിട്ടുണ്ട് മുഖ്ബിരീന വർത്തമാനം പറയുന്നവരാണ്, മുബല്ലിഗീന എത്തിച്ചു തരുന്നവരുമാണ്. അനില്ല ഈ അന്യ മുത്തായി കണ്ടുകൂടി കേട്ടോ. അള്ളാനെ തൊട്ട് തബലീഗയും അള്ളാനെ തൊട്ട് വർത്താനം പറയുന്നതാണ്. രണ്ടു കൂടി അന്നെ. പിന്നെ വെച്ചോ
ലിയന്നഹാദ മാന നുബുവത്ത് റിസാലത്തി, നുബുവത്ത് റിസാലത്ത് എന്നുള്ളത് മാന തന്നെ അതാണ്. അള്ളാഹിനെ പറ്റി വർത്താനം പറഞ്ഞതാണ് ഓരോ പരിപാടി തന്നെ. സ്വാദിഖീന നാസിഹീന, അവർ സിദ്ക്ക് പറയുന്നവരുമാണ്, തൻ്റെ ഉമ്മത്തിന് നന്മ ഉദ്ദേശിക്കുന്നവരുമാണ്. അതിനെ പറ്റി കുറിച്ച് പറയണ്ടേ നമുക്ക്. ഇതിൽ ഹൽക്ക് എല്ലാ ഹൽക്കിനിക്കും നന്മ ഉദ്ദേശിക്കും. എല്ലാ തബുത്തല ഫായിദത്തുൻ ബീദത്തി വരിസാലത്തി, ഒരാളെ നബിയാക്കുക ഒരാളെ റസൂലാക്കുക എന്നതിൻ്റെ ഫായിദ ബാത്തിലാകാതെക്കണെങ്കിൽ എന്ത് വേണം? നാസിഖും സാദിഖുമാവണം. വഫീഹാദ, ഈ മുസന്നിഫിൻ്റെ ഈ മത്തിൻ്റെ ഇബാറത്തിലുണ്ട് ഇഷാറത്തും സൂചന ഉണ്ട്. ഇല അന്നൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ നബിമാരും മഅസൂമൂന, അവരൊക്കെ സുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ്. അനിൽ കിദിബി, കളവ് പറയലിനെ തൊട്ട്. ഖുസൂസൻ ഫീമാ യതഅല്ലഖു ബിഅംരി ശറാഇ വ തബ്ലീഗിൽ അഹ്കാം, പിന്നെ നിയമങ്ങളുടെ ശരീഅത്തുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ടതിൽ പ്രത്യേകിച്ചും അഹ്കാമുകൾ തബ്ലീഗ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യാൻ പറ്റൂല. കളവ് എന്ന് പറയുന്നത് തെറ്റിൻ്റെ കൂടെ തെറ്റുകൾ ആയിരക്കണക്കിന് തെറ്റുണ്ടാവും. പക്ഷെ കളവ് പറയുന്നത് തെറ്റുണ്ടല്ലോ, അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഉണ്ടാകാൻ പാടില്ല. വൈർഷാദിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിനിക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കളവ് പറയാൻ പറ്റൂല. അമ്മ അംദൻ, അപ്പം കരുതിക്കൂട്ടുള്ള കളവ് ഫബിൽ ഇജ്മായി, അതിൽ തർക്കല്ല, ഇജ്മാ. ഇത് കളവ് കരുതിക്കൂട്ടിയാണ് നബി കളവ് പറയാന്ന് പറഞ്ഞത് ഉണ്ടാവില്ല എന്നുള്ളത് ഇജ്മാണ്. അമ്മ സഹുവൻ, സഹുവൻ നിൽക്ക് നാവില് പറയാൻ ഒരുങ്ങിയ പോക്കിന് പറഞ്ഞത് എന്നെ ഇന്നലെ എന്ന് പറഞ്ഞത് മിഞ്ഞാന്ന് നടയിപ്പോയി, അതല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞത് ഇന്ന് നടയിപ്പോയി. അങ്ങനെ സഹുവൻ നിൽക്ക് നാവില് പറഞ്ഞ് പറ്റിപ്പോയാലോ ഫൈന്തൽ അക്സരീന, അക്സരീങ്ങളും പറയണതും ഉണ്ടാകാൻ പാടില്ല. സഹുവൻ നിൽക്കും ആരെങ്കിലും പറ്റൂല എന്ന് അക്സരീങ്ങളും പറഞ്ഞത്. വഫി ഉസ്മത്തിഹിം, എന്നാൽ ഈ നബിമാർക്ക് മഅസൂമാണോ എന്നതിലുണ്ട്. ഞാൻ സായിരി ദുരൂപി, മറ്റു തെറ്റുകൾ പറഞ്ഞാൽ പലതുണ്ടല്ലോ. എൻ്റെ പെണ്ണ് മുഖത്ത് നോക്കുക, അതൊരു തെറ്റാണ്. കള്ള് കുടിച്ചാൽ അത് തെറ്റാണ്. അതിപ്പോൾ നാവുകൊണ്ടുള്ള കളപറച്ചിലല്ലോ. അപ്പോൾ കളവല്ലാത്ത തെറ്റിനെ തൊട്ടുള്ള ഇസ്മത്തിൽ തഫ്സീലുൻ, കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്, ഒറ്റടിക്ക് പറയാൻ പറ്റില്ല. വിശദീകരണം വായിക്കും. ജോഹുവ, ആ തഫ്സീൽ ഇങ്ങനെയാണ്. അന്നഹു, നിശ്ചയമായിട്ട് ഈ അമ്പിയാക്കൾ മഅസൂമൂന അനിൽ കുഫ്രി ഖബൽ വഹയ്യ ബഅദഹു ബിൽ ഇജ്മായി, കുഫർ എന്ന തെറ്റിനെ തൊട്ട് അവർ വഹയിന് മുമ്പ് ശേഷവും മഅസൂമീങ്ങളാണ്. ഇജ്മാഅാണ് ആ കാര്യം. ശൈലേ, കുഫർ ആരെങ്കിലും പറ്റൂല, രണ്ടും ഇപ്പുറം പറ്റൂല. വക്കതാൻ തഅമ്മുദിൽ കബായിരി ഇന്ദൽ ജുംഹൂരി, ഇനി പിന്നെ കബായിറുകൾ, ഈ കുഫർ അല്ലാത്ത, കുഫറും കദിബും അല്ലാത്ത മറ്റു തെറ്റുണ്ടല്ലോ, വ്യഭിചാരം കള്ളുകൂടി പോലത്തെ കബീറത്തുകൾ, അത് കരുതി കൂട്ടി ചെയ്യലിനെ തൊട്ടും അവർ സുരക്ഷിത മാസൂമീങ്ങളാണ് ഇന്ദൽ ജുംഹൂർ. ഖിലാഫലിൽ ഹസ്വിയ, ഹസ്വിയ എന്നറിയുന്നൊരു വിഭാഗമുണ്ട്, വിദേഹത്തിൻ്റെ ഒരു കക്ഷി. അവർ പറഞ്ഞത് എന്ത് ചെയ്യാം, കരുതി കൂട്ടിക്കാണ്ട് കുഫറും കളവും അല്ലാതെ തെറ്റ് ചെയ്യാം, ഇഹ്തിമാലുണ്ടെന്ന് അവർ പറയണത്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇഹ്തിമാലില്ല. വൈന്നമൽ ഖിലാഫു, വിശമായിട്ട് തർക്കമാകുന്നത് ഫി അന്നംതിനഹു, വിശമായിട്ടും ഈ തെറ്റുകളൊക്കെ മുഹാലാകലാകുന്നത് ബിദലീലി സംഇ, അത് അള്ളി റസൂലും പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പിട്ടിയതാണോ, അവില്ലക്കരി, അത് അള്ളി റസൂൽ പറഞ്ഞില്ലേ തന്നെ അവനാണ് ബുദ്ധി അക്കരുകൊണ്ട് ആലോചിച്ചാൽ തന്നെ മുഹാലാന്ന് കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം എന്തുള്ളത്, ഖിലാഫുള്ളത്. വമ്മാ സഹുവൻ, ഈ സഹുവൻ നിലക്ക് ഇത് തെറ്റിട്ടില്ല. ഏത് കുഫറും കെതുബും അല്ലാത്ത തെറ്റുണ്ടല്ലോ, അത് സഹുവൻ നിലക്ക് പറ്റുക എന്ന് പറഞ്ഞത്. ഇപ്പം ജവ്വ സഹുൽ അക്സറൂന, അക്സരീങ്ങളും പറഞ്ഞത് പറ്റാം. ജവ്വ പറ്റീന്നല്ല പറഞ്ഞത്, പറ്റാം. പിന്നെ സഹുവൻ നിലക്കൊക്കെ പറ്റാം. പിന്നെ അമ്മ സഹായിറു, ഇപ്പം ചെറുതോ, ഇപ്പം ഇതുവരെ ബന്ധോഷത്തെ പറ്റിയാൽ പറഞ്ഞത് കേട്ടോ, ഏത് കെതിബും കുഫറും അല്ലാത്ത. ഇനി സഹീറത്തുകളാണ് ചർച്ച. സഹീറത്തുകൾ വെട്ടത്തിൽ പെട്ട ഓത്തുകൾ നോക്കിപ്പോയി, അങ്ങനത്തെ ചെറുദോഷങ്ങളൊക്കെ ഫതജൂസു, അത് ജായിസാകും. കരുതി കൂട്ടി ജായിസാകും ഇന്ദൽ ജുംഹൂരി, ജുംഹൂറും പറയണത് പറ്റാം, ജായിസാണ്. ഖിലാഫലി ജുബായി വാത്ബായി, മിസ്റ്റർ ജുബായി കുമാർ അത്ബായി കുമാർ, അവർ പറഞ്ഞത് അംദം നിൽക്കും, പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്, ജായിസ് അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തജൂസ് സഹുവൻ ബിൽ ഇത്തിഫാഖി, സഹുവൻ നിൽക്ക് സഹീറത്ത് പറ്റും, അതിലിപ്പം ഓലും നമ്മൾ തർക്കമല്ല. സഹുവൻ നിൽക്കുന്നത് പറ്റാം, സഹീറത്ത് പറ്റാം. ഇല്ലാമ, പക്ഷെ ഒരു ചെറുദോഷമൊക്കെ യദുല്ലത് അറിയിക്കുമല ഹിസ്സത്തി, ആളെ വരെ മോശമായി കാണില്ല മേലിൽ സരിക്കത്തിൽ ഉക്കുമത്തിൻ, ഒരു പിടി ഭക്ഷണം പിന്നെ മോഷ്ടിക്കും പോലെ എല്ലാം ഒളിച്ചിങ്ങനെ നിന്നുകാണ്ട് വല്ല എടുത്തു നോക്കുമ്പോൾ സഹുവൻ നിൽക്കാണ്ട് പറ്റിയത്
പക്ഷെ ആ ചെറുദോഷം ചെയ്ത ചെറുദോഷമാണെങ്കിൽ ഇതിൻ്റെ ചോള ഒരു കാരക്കൻ്റെതാ എടുത്തത്. പക്ഷെ അവനാൻ്റെ വിചാരിച്ചെടുത്തത് കണ്ടോൻ്റെ എടുത്തത്. അത് ഒരു ആളെ ഒരു മോശമാണത്. ആ ഇനി ഇപ്പോൾ തത്ഫീഫി ബി ഹബ്ബത്തിൻ, ഒരു ധാന്യത്തിൻ്റെ മണി കൊണ്ടുപോയിക്കാണ്ട് ഒളിപ്പിച്ചു തന്നെ തത്ഫീ ചെയ്യും പോലെ അളക്കത്തിൽ തൂക്കത്തിൽ മാറ്റം വരുത്തുന്ന പേരാണെന്ത് തത്ഫീഫ് അറിയാം. ഒരു ഹബ്ബത്തോട് തത്ഫീഫ് ചെയ്യും പോലെ. ലാക്കിനിൽ മുഹക്കിക്കീന, പക്ഷേ ലാക്കിന്നില്ല നൂന് ശ്രദ്ധിട്ട് വായിക്കണം, കാരണം മുഹക്കിക്കീന യാവോണ്ട് ഇരിയില്ലേ. അതിൽ ലാക്കിനിൽ മുഹക്കിക്കൂന എന്നല്ല ഇരി മുഹക്കി, അപ്പോൾ ലാക്കിന്നൽ മുഹക്കിക്കീന എന്ന് വായിക്കണം. എങ്കിലും മുഹക്കിക്കീങ്ങളാവുന്നത് ഇസ്തറത്തൂരെ ഷർത്താക്കി അൻ യുനബ്ബഹു അലൈഹീൻ, അവരുടെ മേൽ അള്ളാൻ്റെ ഭാഗത്ത് തമ്പി ചെയ്യപ്പെട്ടു, നബിയെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അബസവത്തവല്ല അഞ്ചാഹുല്ലാമാന്ന് ആയത്തിറങ്ങിയില്ലേ എന്ന മാതിരി. അഫല്ലാഹു അൻ കലിമാതിൻ തലഹു എന്നൊക്കെ പറഞ്ഞല്ലേ എന്ന് മാതിരി തമ്പീഹ് ആരുടെ ഭാഗത്തുനിന്നുണ്ടാവും, അള്ളാൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ഇപ്പോൾ എന്താ ഹുവൻ തൊട്ട് ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഹാദാ കുല്ലുഹു, ഈ പറഞ്ഞതൊക്കെ ബാദൽ വഹി, വഹീന് മുമ്പ് ശേഷം ഈ പറഞ്ഞതൊക്കെ. അമ്മ കബൽ വഹി, വഹീൻ്റെ മുമ്പാണെങ്കിൽ ഫല ദലീലം ദിനായി സുദൂരി കബീറത്തി, കബീറത്ത് സംഭവിക്കൽ മുഹാലാണെന്നതിന് മേലെ ദലീലൊന്നുമില്ല. ഉദാഹരണത്തിൽ മുഅ്തസിലത്തു ഇംതിനായിക, മുഅ്തസിലാക്കൾ പറഞ്ഞത് വഹീൻ്റെ മുമ്പും കബീറത്ത് ഉണ്ടാകൽ മുഹാലാന്നാണ് അവർ പറയണത്. ലിഅന്നഹ തൂജിബു നിഫ്റത്തൽ മാനിയത ഇത്തിബാഇഹിം, ഒരു ഇമ്പറ്റലിനെയും വിട്ട് മുടക്കുന്നതായ ഒരു ചടപ്പ്, ഒരു അറപ്പ് ഉണ്ടാക്കും. ആയതുകൊണ്ട് ഇതുവരെ ഇതിലെങ്ങനെ കള്ളും കുടിച്ചെടുക്കുക, ഇപ്പോഴാ ഞാൻ നബിയാണ് അറിഞ്ഞ് വരുന്നത് കാരണം ആൾക്കാരെന്ത് ചെയ്യും, ഓനെ മാറ്റി വെക്കും. അതാ പോലെ ഞാനും പറഞ്ഞത്. പിന്നെ ഇപ്പോൾ തഫൂത്ത് മസലാത്തിൽ ബീസത്തി, ബീസത്തിൻ്റെ മസലാത്ത് നഷ്ടപ്പെട്ടു പോകും. ഹക്കു ഹക്കുള്ളത് നിഫ്രത്ത, ചടപ്പുണ്ടാക്കൽ നിർബന്ധിക്കുന്ന, മടുപ്പുണ്ടാക്കലിന് നിർബന്ധിക്കുന്ന കാര്യങ്ങൾ എന്നെ കാര്യങ്ങളുണ്ടല്ലോ, അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹക്ക്. നെഹ്റിൽ ഉമ്മഹാത്തി, ഉമ്മമാരെ വീട്ടിൽ നാട്ടി വിടും പോലെ, ഫുജൂരി തമ്മാടിത്തം ചെയ്യും പോലെ, ഒരാൾ മോശം നിസ്സാരമാകലും അറിയിക്കുന്ന സഹീറത്ത് പോലെ അതൊന്നും നടക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്നോ മനാഷിയത്തു ഷിയാക്കൾ ചെയ്തു സുദൂറ സഗീറത്തി വൽ കബീറത്തി കബിലൽ വഹി വബഅദഹു, സഗീറത്ത് വഹീൻ്റെ മുമ്പും ശേഷം സഗീറത്തും കബീറത്തും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഷിയാക്കൾ പറഞ്ഞത്. ലക്കിന്നഹും ജവ്വസു ഇദ്ഹാറൽ കുഫ്രി, കുഫറിൻ്റെ ഇദ്ഹാറിനെ അവർ അനുവദിച്ചു തഖിയ്യത്തൻ, ഇതിന് വേണ്ടിയിട്ട് ഒരു തടിയാക്കാൻ വേണ്ടിങ്ങാണ്ട്, കൗത്ത് വിട്ടുന്ന് മേടിച്ചും അതിന് വേണ്ടിങ്ങാണ്ട് കുഫർ വെളിവാക്കുകയും ചെയ്യുക, അതുണ്ടാകാമെന്ന് അവർ പറയുന്നുണ്ട് ഷിയാക്കൾ. ഈ വിഷയം മാറി. ഇതാ തക്കറഹാദ, സംഗതിയൊക്കെ പറഞ്ഞ് പാസ്സാക്കി. നമ്മളിപ്പോൾ അതുപോലെ എന്ത് ചെയ്യൂല, കളവ് പറയില്ല, മറ്റ് പറയില്ല ഒക്കെ നമ്മൾ പറഞ്ഞ്. ഇതൊക്കെ പറഞ്ഞ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫമാൻ ഒക്കിലാനിൽ അമ്പിയായി, അമ്പിയാകത്ത് നക്കൽ ചെയ്യപ്പെട്ട ഒന്ന് മിമ്മ ഇഷുർബിക്ക് ഇതിബിൻ്റെ മാസിയത്തിൻ, കളവ് പറയൽ കൊണ്ടോ അതല്ലെങ്കിൽ മാസിയത്തോ കൊണ്ടോ ഒക്കെ അറിയിക്കുന്ന ഒന്ന് ഉണ്ടല്ലോ അമ്പിയാനെ തുടക്കൽ ചെയ്യപ്പെട്ട്. ഇബ്രാഹിം നബി അങ്ങനെ പറഞ്ഞു, മൂസാ നബി ആളെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഫമാക്കാന മങ്കൂലം ബി ത്വരീഖിൽ ആഹാദി, അത് ആഹാദിന് ത്വരീഖിലും നക്കൽ ചെയ്യപ്പെട്ടതാണെങ്കിലോ മർദൂദിനെ തള്ളണം. ഖബർ വാഹിദിലൂടെ കിട്ടിയതാണെങ്കിലൊക്കെ അതങ്ങനെ തള്ളിയാൽ മതി. വമാക്കാന ബി ത്വരീഖ് തവാത്തുരി, തവാത്ര നിലക്ക് കിട്ടിയതാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം പഴന്നു എന്നുള്ളത് തവാത്ര നിലക്ക് കിട്ടിയിരിക്കണേ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് ആളെ കൊന്നു എന്നുള്ളത് തവാത്ര, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മസ്റൂഫിന് ലാഹിരി ഹി, അതിൻ്റെ ലാഹിർ തൊട്ട് അതിനെന്ത് ചെയ്യണം, തിരിക്കപ്പെടണം, വേണ്ടി ന്യായീകരിക്കണം. നമുക്കന ലാഹിർ തിരിക്കാൻ പറ്റുമെങ്കിൽ ലാഹിർ തിരിക്കണം. ഇല്ല അങ്ങനെ തിരിക്കാൻ കഴിയൂലെങ്കിലും മഹ്മൂരില്ലാത്ത ഇറക്കില്ലാവൂല, അവല ഒഴിവാക്കി എന്നതിന് മേലെ ഹംല ചെയ്താൽ മതി. അമ്മ കൗനുഹു കബിൽ ബേസത്തി, അപ്പോൾ ബേസത്തിൻ്റെ മുമ്പാകുക എന്നുള്ളത് ഔ കൗനിഹി വാൽ ബേസത്തി, അല്ലെ ബേസത്തിന് മുമ്പാലുകൊണ്ട് തെവീൽ ചെയ്യപ്പെടണം, അതിന് മേലെ ഹംല ചെയ്യപ്പെടണം. ബേസത്തിൻ്റെ മുമ്പേനാ പറ്റിയത് നോക്കണം ഓരോന്നും. ഇപ്പോൾ തഫ്സീൽ ദാലിക്ക, ഒരുപാട് പരത്തി പറയാനുണ്ട്. ഇബ്രാഹിം നബി 3 കളവ് പറഞ്ഞു, അതെന്ത് ഇതിനൊക്കെ പറയുന്നല്ലോ, അതിനൊക്കെ വിശദീകരണത്തിനൊക്കെ ഇമ്മത്ത് പറയണം. ആ വിശദീകരണമൊക്കെ ഫിൽ കുത്തുബിൽ മബ്സൂത്ത, പരത്തി പറയപ്പെട്ട കിതാബിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങ് പരത്തി പറയാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഞാൻ വിഷയത്തിലേക്ക് കിടക്കാത്തത്. അഫ്ദൽ അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം, നെയ്മാരിൽ വെച്ച് ഏറ്റവും അഫ്ദലായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖൗലിഹി തആല കുന്തും ഖൈറ ഉമ്മ, സഹാബത്തെ നിങ്ങളാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ. സഹാബത്തിനാണ് ഖിതാബ് എങ്കിൽ, അല്ല മുത്തനബിന് ഉമ്മത്തിന് മൊത്തം ഖിതാബ് എങ്കിൽ ഈ ഉമ്മത്തിനോട് മൊത്തം പറയുകയാണെങ്കിൽ ഖൈറു ഉമ്മയാണ്. അല്ല ആ ആയത്ത് പൂർത്തിയാക്കിയാളാം.
നിങ്ങൾ നന്മോട് കൽപ്പിച്ച് ചീത്തോട് വിലക്കൊന്ന് പറയാൻ വലിയ വാക്യാണ്. വലാശക്ക സംശയമില്ല എന്ന ഹൈരിയത്തിൽ ഉമ്മത്തി ഒരു സമുദായം ഹൈറാകുക എന്ന് പറഞ്ഞത് ബി എസ് വി കമാലിഹിം ഫിദ്ദീനി മതപരമായ വിഷയത്തിൽ അവിടെ കമാലിനനുസരിച്ചാണ്. പതാലിക്കായി മതപരമായ കാര്യത്തിലുള്ള കമാൽ ഉണ്ടാകുക എന്നുള്ളത് താബിയുൽ കമാൽ നബീഹിം അവിടെ നബിൻ്റെ കമാലിനോട് പിൻപറ്റിയതാണ്. നബി നാക്കിസായ പിന്നെ ഉമ്മത്ത് കാമിലാവൂല. അല്ലതി യാതൊരുത്തനായ നബി യത്ബഊനഹു അല്ലെങ്കിൽ യത്തബിഊനഹു ആ നബിയോടാണ് ഈ ഉമ്മത്ത് പിൻപറ്റുന്നത്. അങ്ങനെയുള്ളതായിരുന്ന നബിൻ്റെ കമാലിനോട് താബിയായിട്ട് ആ ഉമ്മത്തിന് ഹൈരിയത്തിന് കമാലുണ്ടാവുള്ളൂ. കമാലിന് ഹൈരിയത്ത് പിന്നെ എന്താവുള്ളൂ, കമാലുണ്ടാവുള്ളൂ. അപ്പോഴേ ഹൈറാവുള്ളൂ. വല്ലിസ്തിദ്ലാലി കൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിയുടെ കൗലോട് ലക്ഷ്യം പിടിക്കലാവുന്നത് അന സയ്യിദു ഉൽദി ആദം വല ഫഖറ ആദം അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങൾ സയ്യിദാണ് ഞാൻ ഫഖർ പറയല്ല എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിക്കൽ ലൈഫുൻ അത് ലൈഫാണ്. എന്തുകൊണ്ടെന്നാൽ ലിയന്നൗലാദുല്ലു അത് അറിയിക്കുന്നില്ല അല കൗനി അഫ്ളല മിൻ ആദം ആദം അലൈഹി സ്വലാമിനേക്കാൾ അഫ്ളലാന്ന് കിട്ടണില്ല. ബൽ മിൻ ഔലാദിഹി ഔലാദിൽ അഫ്ളലാന്ന് കിട്ടുള്ളൂ. ഞാൻ സയ്യിദ് ഉൽദി ആദനെ ഏതിനെ കിട്ടുള്ളൂ, ആദം ഇസ്ലാമിൻ്റെ മക്കളെ നേതാവാനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആദം നബി ആരെ മേലേക്ക് പോകും, മുത്തനബി മേലേക്ക് പോകും. അപ്പം മുത്തനബി ആദം ഇസ്ലാമിന് മേലെയാവണമെങ്കിൽ ഏത് കൊണ്ട് പിടിക്കണം, കുന്തും ഹൈർ ഉമ്മത്തി എന്ന ഹദീസൻ ആയത്തന്നെ പിടിക്കണം.